ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗോയിങ് ടു ആൻഡ് വിൽ. ഫ്യൂച്ചർ ആക്ഷൻസ് പറയുമ്പോഴാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഇവയുടെ യൂസേജ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി പറയുമ്പോഴാണ് ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. അതേസമയം വിൽ ഉപയോഗിക്കുന്നത് റാപ്പിഡ് ഡിസിഷൻസ് എടുക്കുമ്പോഴാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങൾ, അവിടെയാണ് വിൽ ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം, അതിനുവേണ്ടി ഒരു സാരി വാങ്ങണം. ഓക്കെ, ഐ ആം ഗോയിങ് ടു ബൈ എ സാരി. ഐ ആം ഗോയിങ് ടു ബൈ, അത് ഗോയിങ് ടു ആണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. കാരണം അതൊരു ഫ്യൂച്ചർ പ്ലാനാണ്. ഒരു സാരി വാങ്ങണം എന്നുള്ളത് ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗോയിങ് ടു ഉപയോഗിച്ചു. ഇനി സാരി വാങ്ങാനായി കടയിൽ ചെല്ലുന്നു. സെയിൽസ് പേഴ്സൺ ഒരുപാട് സാരികൾ എടുത്ത് കാണിക്കുന്നു. റെഡ്, ബ്ലൂ, അങ്ങനെ പലതരം സാരികൾ, പല ഡിഫറെൻറ്റ് സ്റ്റഫിലുള്ള സാരികളൊക്കെ കാണിക്കുന്നു. പെട്ടെന്ന് ഒരു സാരി കണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലൂ കളർ സാരി. ഐ വിൽ ബൈ ദിസ് വൺ. ഞാൻ ഉടനെ പറയുന്നു ഐ വിൽ ടേക്ക് ദിസ് വൺ, ഐ വിൽ ബൈ ദിസ് വൺ എന്ന് പറയുമ്പോൾ വിൽ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം അത് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ്. ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ല ആ ഒരു ബ്ലൂ കളറിൽ സാരി വാങ്ങണം, അതല്ലെങ്കിൽ ആ സാരി വാങ്ങണം എന്ന് ഉള്ള ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തതാണ്. ഏത് കളർ സാരി വാങ്ങണമെന്നോ ഏത് തരത്തിലുള്ള സാരി വാങ്ങണമെന്നോ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അത് കണ്ടപ്പോൾ ആ സാരി വാങ്ങാൻ, ആ പെർട്ടിക്കുലർ സാരി തന്നെ വാങ്ങാൻ ഒരു ഡിസിഷൻ എടുക്കുന്നു. റാപ്പിഡ് ഡിസിഷൻ. അവിടെ വിൽ ആണ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ടേക്ക് ദിസ് സാരി. ഇനി വേറൊന്ന് പ്രവചനങ്ങൾ. പലപ്പോഴും നമ്മൾ പ്രവചനങ്ങൾ നടത്തുമ്പോൾ പല കാര്യങ്ങളും മുൻകൂട്ടി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, ചില എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ അവിടെ ഗോയിങ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വല്ലാതെ ഒരു ഡിസ്കംഫേർട്ട് തോന്നുന്നു, ഞാൻ തലകറങ്ങി വീഴാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഐ ആം ഗോയിങ് ടു ഫെയിൻറ്റ് എന്ന് പറയാം. ഐ ആം ഗോയിങ് ടു ഫെയിൻറ്റ്. ഒരു തെളിവുകളുമില്ലാതെ വെറുതെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മുടെ സ്വന്തം അഭിപ്രായം, അങ്ങനെ ഉള്ള അഭിപ്രായത്തിൻ്റെ ബേസിസിൽ എടുക്കുന്ന ചില പ്രവചനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്കൂൾസിലൊക്കെ സ്പോർട്സിൻ്റെ സമയത്ത് യെല്ലോ ഹൗസ്, റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഈ ഗ്രൂപ്പ്സിൽ പല കോമ്പറ്റീഷൻസ് നടക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക മാച്ച് വരുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് റെഡ് ഹൗസ് വിൽ വിൻ, റെഡ് ഹൗസ് വിൽ വിൻ ദിസ് മാച്ച്. ഇവിടെ നമ്മുടെ സ്വന്തം അഭിപ്രായമാണത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാതെ ആണെങ്കിൽ നമുക്ക് റെഡ് ഹൗസ് വിൽ വിൻ ദ മാച്ച്, വിൽ ആണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ വിത്ത് എവിഡൻസ് ആണെങ്കിൽ ഐ ആം ഗോയിങ് ടു യൂസ് ചെയ്യാം. അതല്ല, എവിഡൻസ് ഒന്നുമില്ലാതെ നമ്മുടെ പേഴ്സണൽ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു സിറ്റുവേഷൻ, സംതിങ് എബൌട്ട് ടു ഹാപ്പൻ. ഒരു ട്രെയിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പല ആളുകളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാവും, ചിലപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കാനാവും. അവിടെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നടക്കും. ആ സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും ചിലപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കും, ഓക്കെ ട്രെയിൻ പോകാൻ പോകുന്നു, അവർക്ക് തോന്നുന്നു ട്രെയിൻ പോകാൻ പോകുന്നു, സംതിങ് ഈസ് എബൌട്ട് ടു ഹാപ്പൻ. ആ സമയത്ത് നമുക്ക് പറയാം ഗെറ്റ് ഇൻ, ട്രെയിൻ ഈസ് ഗോയിങ് ടു ലീവ്, ട്രെയിൻ ഈസ് ഗോയിങ് ടു ലീവ്. ഇത് നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന്, ട്രെയിൻ ആ സ്റ്റേഷൻ വിട്ട് പോകാൻ പോകുന്നു എന്ന് മനസ്സിൽ തോന്നുമ്പോഴല്ലേ അത് പറയുന്നത്. ഗെറ്റ് ഇൻ, ദ ട്രെയിൻ ഈസ് ഗോയിങ് ടു ലീവ്. ഇനി ഇൻറ്റൻഷൻസ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എനിക്ക് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആവണം, അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഡു എക്സസൈസ് എവറി ഡേ. ഐ ആം ഗോയിങ് ടു ഡു എക്സസൈസ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ ഇനി എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. അത് മനസ്സിലെ ആഗ്രഹമാണ്. അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ പാർക്കിൽ മീറ്റ് ചെയ്യാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു മീറ്റ് അറ്റ് ദ പാർക്ക്. ഇനി വില്ലിൻ്റെ യൂസസ്. ഫ്യൂച്ചർ ഫാക്റ്റ്. സൺ റൈസ് ചെയ്യും, സൺ സെറ്റ് ചെയ്യും എന്നൊക്കെയുള്ളത് ഫാക്റ്റുകളാണ്. സൺ വിൽ റൈസ് അറ്റ് 6:30 ടുമാറോ. സൺ നാളെ 6:30 ഉദിക്കും. പ്രോമിസസ്.
ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു കം ഹിയർ. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതൊരു പ്രോമിസാണ്. അവിടെ വിൽ യൂസ് ചെയ്യാം. റിക്വസ്റ്റ്. വിൽ യു ബൈ ചോക്ലേറ്റ്സ് ഫോർ മീ? എനിക്ക് ചോക്ലേറ്റ്സ് വാങ്ങുമോ? അപ്പോൾ വിൽ എവിടെയാണ് ഉപയോഗിക്കുക, ഗോയിങ് ടു എവിടെയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ.